ഷെബീർക്ക, നോമ്പ് തുടങ്ങിയതിന് ശേഷം കച്ചവടം നല്ലോണം കുറവാണല്ലേ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെയല്ലേ സുജയ? പിന്നെ മാർച്ച് മാസമായി പോക്കാണ്. ഷോപ്പിൽ കച്ചവടം കുറവായിട്ടും ബോസിനൊരു കുലുക്കുമില്ല. അന്ന് കഥ എഴുതി കളിക്കുകയും. ആത്മകഥയാണോ എന്ന് സംശയമുണ്ട്. ആത്മകഥ എന്നല്ല ഷുബിറെ, ഓരോ മനസ്സിലുള്ള തത്വങ്ങൾ എഴുതി വെക്കുന്നതാണ്. ഇപ്പൊ ഫുള്ള് തത്വങ്ങളാണ് വെച്ചിട്ടുണ്ട് കളി. ഓർക്ക് കച്ചവടമൊന്നും വേണ്ട, ഓർക്ക് ജീവിതത്തിൽ തത്വങ്ങളൊക്കെ വേണ്ടു. ഇതെന്തിനാ ഇപ്പൊ എഴുതി വെക്കുന്നേ? വെറുതെ ഇരിക്കുമ്പോ സ്വയം വായിച്ച് രസിക്കാൻ വേണ്ടിട്ടാണ്. എന്താ വേണ്ടേ? ഈ താലി ഒന്ന് മാറ്റണമായിരുന്നു. നോക്കട്ടെ, ഇതിനെന്താ പറ്റിയേ? ഇതിന്റെ കണ്ണി തഴഞ്ഞു പൊട്ടാനായിരുന്നു. ഓ ശരിയാട്ടോ, ഇത് നല്ലോണം തയ്ഞ്ഞല്ലോ. ഈ മോഡലിനെ നോക്കണ്ടേ അതോ വേറെ മോഡൽ നോക്കണോ? അല്ല, നമ്മളെ ആൾക്കാർക്ക് ഇതന്നെ ഇടുക, ഇതന്നെ മതിയാവും. അതല്ലേ. ഹലോ, എന്താ സുഖം? എന്താ പറ്റിയേ? അത് കണ്ണി ഒന്ന് തയഞ്ഞു ഇതാ താലിൻ്റെ. ആ, അതിന്റെ കണ്ണി തയഞ്ഞല്ലേ? എന്താ ഇത് മാറ്റാനാ? ഷെബീർക്ക, നോക്കിക്കേ, ബോസ് ഇപ്പം തത്വം വരാൻ തുടങ്ങും. ബൈജോട്ടാ, ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ല കട്ടിയുള്ള സാധനം, അതാണല്ലോ. ഇവിടെ ഒന്നും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. ആകെ ഈ കണ്ണി മാത്രമേ തയഞ്ഞിട്ടുള്ളേ. നമുക്കുണ്ടല്ല, ഈ കണ്ണി തയഞ്ഞെടുക്കുക കുറച്ച് സ്വർണം വെച്ച് പറ്റിക്കേണ്ട കേസേ ഉള്ളൂ. ഇത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല ബൈജോട്ടാ. ആകെ വന്നൊരു കസ്റ്റമറാ, ഈ കച്ചവടം ഇയാൾ മുടക്കും. നീ നോക്കൂ. ഈ തഴഞ്ഞ കണ്ണിയല്ലേ വൈജു, ഇത് ജോയിന്റ് ആക്കി നിൽക്കുവോ? നിൽക്കൂല, ഇരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വേറൊരു സാധനം കാണിച്ചുതരാം. നിങ്ങൾ ഈ താലി കണ്ട, ഇതിന് കുറെ ഡിസൈൻസ് എല്ലാം വരുന്നുണ്ട്. ഇതാ അടുത്ത തത്വം തുടങ്ങിയിട്ട. ഈ ഡിസൈൻസിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് ഇത് ഇളകി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റണം. പക്ഷെങ്കിൽ ഇതിന്റെ കാര്യം അങ്ങനെയല്ല. ഇത് കണ്ട, ഫുൾ കട്ടി പീസാണ് ഈ താഴെ. ഈ കണ്ണിക്ക് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അപ്പം നമ്മൾ ഈ കണ്ണിക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യണ്ടൂ. ഇയാള് ഡോക്ടറാണ്, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യും പോലും. അപ്പൊ നമ്മൾ ഇത് ഒരിക്കലും മാറ്റണ്ട ചോട്ടാ. ഈ താലി എന്നെല്ലാം പറഞ്ഞാൽ ശരിക്ക് ആയുഷ്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ട സാധനമാണ്. അത് പെട്ടെന്ന് മാറ്റണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇയാളെന്ത് വിടാടെ പറയുന്നത്? എന്നാ പിന്നെ ഇത് നീ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്താൽ മതി. ശരി ശരി, ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. കണ്ടോ, ആ കച്ചവടം സ്വാഹ. ഇത് നോക്കിയട്ടെ, പഴയതിനെക്കാട്ടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇതൊന്ന് പോളിഷ് ചെയ്ത് നല്ല പളവളയാക്കിയിട്ടുണ്ട്. നോക്കിയട്ടെ, പുതിയ സാധനം പോലെ ഇല്ലേ? ഓ വൈജു, ഇത് പുതിയ തന്നെ ആയിട്ടുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ മാറ്റേണ്ട ആവശ്യമില്ല. അത് സന്തോഷായില്ലേ? ഓ താങ്ക് യു. വൈജു, ഇതിന്റെ എമൗണ്ട് എത്ര? എന്റെ ബൈജോട്ടാ, റിപ്പയർ എല്ലാം ഫ്രീ ആണ്, പൈസ ഒന്നും വാങ്ങില്ല. പോരെ? എന്നാ പിന്നെ സ്വർണ്ണം ഫ്രീ ആയിട്ട് കൊടുത്താ പോരെ? ഷബീറെ, എന്ത് മുതലാളിയാടാ ഇത്? കച്ചവടം കളഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാ. മുതലാളിക്ക് എന്ത് കച്ചവടാ? മുതലാളിക്ക് തത്വം മാത്രമേ വേണ്ടൂ. പിന്നെ ബൈജോട്ടാ, താലി എന്തായാലും മാറ്റാം നമ്മുടെ. പിന്നെ ചെയിന് പൊട്ടും, അതിലധികം പരീക്ഷണം വേണ്ട. പൊട്ടാനാവും വന്നാൽ മതി, അത് ഇടുന്ന മാറ്റിയെടുക്കുക കേട്ടാ. അത് പിന്നെ ജീസംസിലേക്കല്ലാണ്ട് പിന്നെ വേറെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈജോട്ടാ, ശരി ശരി. ഇനി അയാള് ലൊട്ട വരുന്നു. റിപ്പയർ ഫ്രീ അല്ലേ? അപ്പൊ റിപ്പയർ എന്തായാലും വരും. എടാ, ഇയാൾക്ക് എന്താ ഇതിനെ കൊണ്ട് കിട്ടുന്നേ? ആത്മസംതൃപ്തി കിട്ടും.